ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ശിവാനസമുദ്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അന്ന് നമ്മൾ രാമനഗർ പോയ സമയത്ത് പ്ലാൻ ചെയ്തത് നടന്നില്ല. ഓണത്തിന് മുമ്പ് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ശിവാനസമുദ്ര വരെ പോയി കാണാമെന്ന് വെച്ചു. ഇന്നും മഴ പെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യുക, റൂമിലിരുന്ന് ബോറടിക്കുന്നുണ്ട് ഇറങ്ങിയതാണ്. ഇന്നും മഴ പെയ്താൽ ഞാൻ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചത് ഞാൻ എന്തായിട്ടും കണ്ടിട്ട് മാത്രമേ ഇനി തിരിച്ചു വരുന്നതെന്നാണ്. നമുക്കല്ല വിടാം. റേഞ്ച് റോവർ നോ സ്റ്റോപ്പിംഗ്, നോ സ്റ്റാൻഡിങ് ഓൺ ദ റോഡ്. ഇവിടെ എല്ലാവരും പിക്കൊക്കെ എടുക്കുക. ഫിഫ്ത്ത് കയറില്ലോ. ചേട്ടാ അടുപ്പിക്കല്ലേ, ചേട്ടാ അടുപ്പിക്കല്ലേ. ഇവിടെ 80-ൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഇൻ്റർസെക്ഷനാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഉള്ളതെന്ന്. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത് അല്ലേ? അതെ, സ്ട്രെയിറ്റ് റോഡിലാണ് പോകേണ്ടത്. അതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ പറ്റില്ല, ആ ഇൻ്റർസെക്ഷനൊന്നും കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പോയില്ലേ, ഇവിടെ അടിപൊളിയില്ലേ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പോയില്ലേ, ഇവിടെ ഞങ്ങൾ പോയത് ഹംബേ, ട്രിപ്പിൾ ഹംബോ. അയ്യോ അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ പോയില്ലേ, എവിടെയാ? ഹോസ്കോട്ടെ നമ്മൾ ആ പേരും മറന്നു എനിക്ക്. ഹോസ്കോട്ടെ നമ്മൾ ചെന്നിട്ടായ ഒരു റോഡ് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് റീലൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു സംഭവമായത്. പക്ഷേ എവിടെയും ഓപ്പൺ സ്പേസ് എനിക്ക് കാണാനില്ല. അതായത് വണ്ടി എവിടെയെങ്കിലും നിർത്താനുണ്ട്, പക്ഷേ റീലെടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇവിടെ. ഈ റോഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് കൈൻഡ് ഓഫ് ഇസ് ക്ലോസ്ഡാണ്. പിന്നെ ഇത് എങ്ങോട്ടൊക്കെ കാണിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ റോഡ് ഇല്ലേ ആക്ച്വലി ഇവിടെ. ആ റോഡ് ക്ലോസ്ഡാണ് ഗൈസ്. നമുക്ക് ഇതിലേ പോവാം. ഈ റോഡ് ക്ലോസ്ഡാണ്, പക്ഷേ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന റോഡ് ഇതാണ്. റിസ്ക് എടുക്കണോ അല്ല ഇതിലേ പോകണോ? എനിക്ക് തോന്നുന്നു ഇതിലേ പോയി ഇത് പോകുന്നത് ഇതിലേ പോകല്ലേ. കം ഓൺ മാൻ, വിൽ ഗോ ഇൻ ദിസ് വേ ഓൺലി. ഇവിടെ ക്രോസ് ചെയ്തല്ലേ, ഇത് വേറെന്തോ പരിപാടിയാണ്. എന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റോഡ് പണി നടക്കുകയാണല്ലോ, എന്താ ഇവർ ഉദ്ദേശിച്ചത്? ഇത് ഏതോ തരത്തിലുള്ള റോഡാണ്. ഞാൻ ആ കാറ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഒന്ന് സ്ലോ ചെയ്യണേ. ഇത് ഏത് റൂട്ടാണെന്ന് പോലും എനിക്കറിയില്ല കേസ്. ആകെയാണെങ്കിൽ 2 കുറ്റി പെട്രോൾ ഇല്ലു. ഈ 2 കുറ്റി പെട്രോളിൽ ഇത് എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഏരിയയിൽ പോകുന്ന സമയം എന്താ ഞാൻ പറയാം, പേടിയാവുന്ന ആക്ച്വലി. പെട്രോൾ പമ്പ് ഇല്ലെങ്കിൽ വണ്ടി പാതി വഴിയിലായി പോകും. ബാക്ക് ആരോ ഉണ്ട്.
ഞാൻ ആക്ച്വലി ക്യാമറ ഓഫ് ചെയ്തത്, പക്ഷേ ഈ പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓൺ ചെയ്തത്. ഇനിയും 100 കിലോമീറ്റേഴ്സ് പോകാനുണ്ട് എവിടത്തേക്ക്, ശിവാന സമുദ്രത്തിലേക്ക്. 100 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടടാ, അതിനെന്തായാലും പെട്രോൾ വേണ്ടേ? പമ്പൊക്കെ ഉണ്ട്. ഓ മാൻ, ഇത്ര വലിയ ഹമ്പോ. ഇത് നമ്മുടെ നാട്ടും പ്രദേശമാണ്, പക്ഷെ ഇവിടുത്തെ ഗ്രീനറി കാണാൻ അടിപൊളിയാണ്. നാട്ടിലത്തേനേക്കാളും അല്ല, എന്നാലും മോശമില്ല കമ്പാരറ്റ്ലി ബാംഗ്ലൂരിൽ നോക്കുമ്പോൾ. ഇത് ബാംഗ്ലൂർ അല്ലല്ലോ ആക്ച്വലി, അതിപ്പോൾ ശരിയാണ്, ഇതൊരു ലോക്കൽ ഏരിയ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നുള്ളത് അമ്മേ ഭയങ്കര കൊണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് പോകുന്നു, റൈറ്റ് പോകുന്നു. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നു കേട്ടോ. ഈശ്വര, നല്ല റോഡ് പോയി കളഞ്ഞു കേട്ടോ. ഓ ഗോഡ്, ഇത് ഫുൾ ഇതേപോലത്തെ റോഡാ. ഇതേപോലത്തെ റോഡാണെങ്കിൽ ഞാൻ ഇന്ന് എപ്പോഴെത്താനാ? പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്താൽ തീർന്നൂടാ, അങ്ങനെ തിരിച്ചു വരും. നീ ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം എന്ന് വെച്ചാൽ മൊത്തം മഴയായിരിക്കും. ഒന്നാമത്തെ കാര്യം മൊത്തം മഴയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മാപ്പ് വെക്കാൻ പറ്റില്ല മഴ ആയതുകൊണ്ട്. ഫോണും കഴിഞ്ഞ പ്രാവശ്യം നീ കണ്ടതല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഫോണും പോകാനായതിന്. അതുപോലെ തന്നെ ഈ ഹെഡ്ഫോണില്ലേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ആക്ച്വലി അതും പാതി, അതായത് വർക്കേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ പോയി എന്നാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഫോണിൻ്റെ പോർട്ട് ശരിയില്ലാത്തതുകൊണ്ട് നേരെ വർക്ക് ചെയ്യാത്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരിയായി. സ്കൂളെന്ത് ഇന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ട് ഇവർക്ക്. വെള്ളിയാഴ്ച ആയിരിക്കും ലീവ്. നമ്മുടെ പണ്ടത്തെ കാലം എല്ലാവരും എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ക്യാമറയും ഈ ജാക്കറ്റൊക്കെ ഇട്ട് കണ്ട് തന്നെ നോർമൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, ഇവൻ ഏതാടാ ഇവൻ. അവർക്കറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആങ്കർ കൊണ്ടായിട്ട് വാങ്ങിയിടുന്നതല്ല, അനുഭവങ്ങൾ കൊണ്ട് വാങ്ങിയിടുന്നതാ. പക്ഷെ ഒറ്റക്ക് പോവാ ചേട്ടാ, എങ്ങോട്ടാ ചേട്ടാ? എന്താണ് ഇത്? 5 ലിറ്റർ അടിച്ചാൽ ഞാൻ നോക്കുകയാണെങ്കിൽ 5 ലിറ്റർ അല്ലേ, 5 ലിറ്റർ അടിച്ചാൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊരു 30 മൈലേജ് കിട്ടുന്നുണ്ട് തന്നെ കൂട്ടിക്കോ. 30 അല്ല, 33, 35 കിട്ടുമായിരിക്കും മേ ബി. ഹൈവേയിലാണല്ലോ ഇപ്പോൾ ഞാൻ. ഒരു 30 തന്നെ കൂട്ടിക്കോ, മതി. 5, 5, 150 പറഞ്ഞാൽ ഒറ്റ ഭാഗത്തേക്കേ പോകാൻ പറ്റും അത്ര പെട്രോളിൽ ആക്ച്വലി. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ F ആവാൻ വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. എന്നാലും പ്രശ്നമില്ല, 5 ലിറ്റർ അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. തിരിച്ചു വരുമ്പോൾ പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടിക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ, അങ്ങനെ ചെയ്യാം, അതാ ബെറ്റർ. അടുത്ത പെട്രോൾ പമ്പ് കാണട്ടെ. മുമ്പിൽ റോയൽ എൻഫീൽഡ് ആയിരുന്നു. നോക്കാം, ലഗേജൊക്കെ ഫുള്ളി ലോഡാണ്. ഒരു പില്ലിയണും ഉണ്ട്. പുള്ളിക്കാരൻ വലിയ റൈഡറാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ആക്ച്വലി സർവീസിന് ശേഷം ഇച്ചിരി ബ്രേക്കുണ്ട്, പക്ഷെ അത് നമ്മൾ മുമ്പ് വേണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യണം. ബ്രേക്ക് ടൈറ്റല്ല, ഭയങ്കര ലൂസായി.
കമ്പയറേറ്റീവ്ലി കേട്ടോ, പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൂസായി. ചിലപ്പോൾ അവർക്ക് മേ ബി അവർക്കത് നോർമലായിരിക്കും അവിടെ ഉള്ളവർക്ക്. അതുകൊണ്ട് പിന്നെ ഓക്കെ, എനിക്കിപ്പോൾ ശീലമായി, ഒരുവിധം ശീലമായി. എന്നാലും ആ ഒരു ബൈറ്റ് പണ്ടത്തെ അത്ര ബൈറ്റ് കിട്ടുന്നില്ല. പക്ഷേ പണ്ടത്തെ ബൈറ്റ് വെച്ചിട്ടുള്ള ആ കോൺഫിഡൻസ്, ഓക്കെ, ആ കോൺഫിഡൻസ് ഇപ്പോൾ എൻ്റെ കുറച്ച് കുറഞ്ഞിന്. പക്ഷെ ഞാനിപ്പോഴും അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇതേത് ബസ്സാണ്? ബനശങ്കറി BMTCയുടെ ഈ ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് എത്ര പെട്രോൾ പമ്പിടെ ഞാനിപ്പോൾ കാണുന്നത്. ഒരു 3-4 പെട്രോൾ പമ്പ് ഇപ്പോൾ ഓൾറെഡി പാസ് ചെയ്തു കേട്ടോ. അത് നമ്മൾ അപ്പുറത്തെ സൈഡാണ്, അതായത് എന്താ ഈ സൈഡ് പെട്രോൾ പമ്പ് ഞാനൊരു HP ഞാൻ ഒഴിവാക്കി ആക്ച്വലി, അടുത്ത പ്രാവശ്യം അടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പെട്രോൾ പമ്പേ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതെന്തായി തീരുമെന്ന് എനിക്കെന്നെ അറിയില്ല. ഇവിടുന്ന് മഴ പോയി, അതുകൊണ്ടൊരു സമാധാനം. അതിന് വീണ്ടും വരാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഭാഗത്ത്. ഇപ്പോൾ ആ സൈഡൊക്കെ നോക്കിയാൽ ആ സൈഡൊക്കെ മഴ പോയിട്ടുള്ളത്. ആ മലയൊക്കെ കണ്ട ആ ഭാഗത്തൊക്കെ മഴ പോയിട്ടുള്ളത്. പക്ഷേ എൻ്റെ വണ്ടി സർവീസ് ചെയ്തൊക്കെ വെറുതെ ആയി. ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് വണ്ടി സർവീസിന് കൊടുക്കേണ്ടി വരും മിക്കവാറും. കാരണം വെച്ചാൽ ഈ ചളിയും വിളിയൊക്കെ ആയിട്ട് വണ്ടി നാട്ടിൽ വെച്ചിട്ട് പോകാൻ എന്താ പറയുക, വണ്ടി ബാംഗ്ലൂർ വെച്ച് പോകാൻ പറ്റില്ല. പറ്റിയ ഒരാഴ്ചക്ക് പോവുകയാണെങ്കിൽ മീൻസ് വെച്ച് പോകായിരുന്നു നമുക്ക്. ഇതങ്ങനെ വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, ഇഷ്യൂ ഒന്നും വരാൻ സാധ്യതയില്ല, എന്നാലും എനിക്ക് വെച്ച് പോകാൻ തോന്നുന്നില്ല ആക്ച്വലി. ഇപ്പോൾ 1.1 ഹവറും 49 മിനിറ്റ്സാണ് കാണിക്കുന്നുള്ളത്. നോക്കാം നമുക്ക്. മഴ വന്നാലാണ് ബുദ്ധിമുട്ട്. മഴ വന്നാൽ തിരിച്ചു വരാൻ പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല, മഴത്ത് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, മാപ്പ് ഇടാൻ പറ്റില്ല, അതാ പ്രശ്നം. മാപ്പ് ഇടാതെ എങ്ങനെ മഴക്കത്ത് വരാം? ഓ ഷിറ്റ് മാൻ. ഒരു I-20 തീ പോലെ പോകും. അവിടെ പെട്രോൾ പമ്പ് എന്താടാ വരാത്തത്? എനിക്കറിയുന്നില്ല കേട്ടോ. ഞാൻ എന്താ എത്ര സമയമാണ് ഇതിൽ ഓടിക്കുന്നത്, ഇതുവരെ പെട്രോൾ പമ്പ് വന്നില്ലടാ. പെട്രോൾ പമ്പ് വന്നു. 200 മീറ്റേഴ്സ്. ഒരു 6 ലിറ്റർ പെട്രോൾ അടിച്ചു. ഇവിടെ HP, അവിടെ ഇന്ത്യൻ ഓയിൽ. എന്താ റൂംസൊക്കെ, ഇവിടെ റൂമൊക്കെ അവൈലബിൾ ആണല്ലേ. പടിയാവാ. അപ്പം നേരെ ശിവാനസമുദ്ര. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടാൽ അവിടെ ഇവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം. വല്ലാത്ത വിൻഡാണ് കേട്ടോ. ഈ ഹെഡ്ഫോണല്ല, ഈ മൈക്ക് ആക്ച്വലി ടെക്നിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അയ്യോ, ഈ മൈക്കിൽ ശബ്ദം എങ്ങനെ റെക്കോർഡാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആക്ച്വലി. വല്ലാത്ത വിൻഡാണ്. SR എന്താ, ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പെട്രോൾ പമ്പ് കാണുന്നത് കണ്ടോ. SR പടുവങ്കര. ഇവിടെ ആകെ 80 സ്പീഡിലേ പോകുന്നുള്ളൂ, എന്നിട്ട് വല്ലാത്ത വിൻഡാട്ടോ. ഞാൻ പറയുന്നത് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി കാറ്റാ. കനകപുരയില്ല. ഗ്യാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്യാസ് പൈപ്പ് ലൈൻ ആയിരിക്കും, വാട്ടർ ആയിരിക്കും. ഇവിടെ ഹോസ്കോട്ടേക്ക്, കനകപുരയിൽ നിന്ന് ഹോസ്കോട്ടേക്ക് പോകാൻ പറ്റും. അത് കൊള്ളാലോ, പുതിയ അറിവാട്ടോ. ചേട്ടാ ഞാൻ ഈ സൈഡ് എടുക്കണ്ട. ലൈനിലാണ് ഞാൻ പോകുന്നുള്ളത്. അത് ലൈനിൻ്റെ ഇപ്പുറത്താണെങ്കിൽ
ബൈക്കൊക്കെ ഓടിക്കാമെന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ പിന്നെ ഓവർടേക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു അതിന്. പക്ഷേ ശരിയാണോ എന്ന് എനിക്കും അറിയില്ല. റോഡ് ചെറുതായി. അച്ചാലു എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതെന്ത് ഏത് സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ല. ചേട്ടാ ശ്രദ്ധിച്ചൂടെ ചേട്ടാ, വീണ്ടും ഹമ്പ്. നല്ലോണം ദാഹിക്കുന്നുണ്ട് ടീച്ചർ. ഒരു നല്ല റെസ്റ്റോറൻറ്റ് കിട്ടാതെ എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? കന്നഡ ആണെങ്കിൽ അറിയില്ല. കന്നഡ അറിയായിരുന്നെങ്കിൽ എനിക്ക് പോയായിരുന്നു. കന്നഡ എനിക്കറിയില്ലല്ലോ. ട്രാക്ടർ മോനെ കില്ലോ കയറും. ഈ കെ എസ് ആർ ടി സിക്കാരെ, അതായത് ഇത് കെ എസ് ആർ ടി സി BMTC അല്ല, ഓക്കെ, ഇവരാരെയും വിശ്വസിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ വണ്ടി ഇച്ചിരി വലുതാണ് കേട്ടോ. നമുക്ക് അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചെറുങ്ങനെ ഒന്ന് ഓടിച്ചാൽ അത് നല്ല വ്യത്യാസം ഉണ്ടാകും. ഓ സോറിടാ, 4th കേരള ഞാൻ ഇതുവരെ ഓടിക്കുന്നുണ്ടായ. എനിക്കൊന്നുമില്ല ഇതിനെ പിടിക്കാൻ പറ്റുന്നു. അപ്പം ഞാനിത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പേര് എനിക്കറിയില്ല, ഇത് കന്നഡയിൽ എഴുതിയിട്ടില്ലേ. ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് തോന്നി. ഒരുപാട് ലേറ്റുമായി. അതുമാത്രമല്ല യൂറിനും പാസ് ചെയ്യണം, അതാണ് മെയിൻ കാരണം. ഈശോയെ മോനെ, ജാവ നോക്കി ഫോട്ടോ എന്താ രസം കാണാൻ അല്ലേ? നോക്കിക്കേ എടാ മോനെ, നോക്കിക്കേ. പുതിയ 42 ആണെന്ന് തോന്നുന്നു. പക്ഷെ ചങ്ങായി എവിടെ കൊണ്ടിട്ട് ചളക്കിന്. കൊള്ളാം, മീറ്ററൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. എൻ്റെ വണ്ടി കണ്ടേ, എൻ്റെ വണ്ടി അത്ര മോശമൊന്നുമില്ല. അവസാനം ഫുഡ് കിട്ടി കേട്ടോ. ഇവിടെ ആക്ച്വലി ഫുഡൊക്കെ മോശമില്ല, കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈയിടെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചതിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് 10 രൂപ വേണം പറഞ്ഞു. ഓക്കെ, 10 രൂപ 20 റുപ്പീസ്. ഓക്കെ, ആദ്യം 20 റുപ്പീസ് ചോദിച്ചു. ഞാൻ എന്നിട്ട് ചോദിച്ചു, ഇതെന്തിനാണ് ഇത് ഇവിടെ റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് ഏരിയ അല്ലേ, നമ്മളെന്തിനാണ് വീണ്ടും പേ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറയുക, ഇത് റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് ഏരിയ അല്ല, ഇവിടെ കാറിന് 15 റുപ്പീസും ബൈക്കിന് 21 റുപ്പീസാണെന്ന്. ഞാൻ വിടും. ഞാൻ എന്നിട്ട് കൊടുക്കാൻ പറ്റാണ്ടല്ല, നമ്മൾ വെറുതെ പൈസ കൊടുക്കുന്നത് എന്തിനാ? ഞാൻ പറയും നിങ്ങളോട്. ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, സ്ലിപ്പ് ഇതാ പറഞ്ഞു. എന്തെങ്കിലും സ്ലിപ്പ് കാണാതിരിക്കില്ലല്ലോ ആക്ച്വലി. അപ്പോൾ അയാളുടെ സ്ലിപ്പില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യല്, അയാളുടെ നല്ല പടിയായി. ഓരോരോ ആൾക്കാരെ സാധാരണ ഒരു 10 രൂപ ചോദിച്ചാൽ നമുക്ക് കൊടുക്കായിരുന്നു. ആക്ച്വലി എൻ്റെ ഇല്ല 10 രൂപ. സത്യം പറഞ്ഞാൽ 500-ൻ്റെ ഒരു നോട്ടും പിന്നെ ബാക്കിയുള്ള ഈ ഗൂഗിൾ പേയെ വിശ്വസിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടില്ല. ഇയാൾ എല്ലായിടത്തും വാങ്ങുന്നുണ്ടോ? ഇനി ഇയാൾ ആക്ച്വലി ഇനി ശരിക്കും ഇയാൾ ചോദിച്ചായിരിക്കും ഇനി ശരിക്കുള്ളതാണോ ഇനി പൈസ ചാർജ് ചെയ്യുന്നത്? ഞാൻ അയാൾ ഊക്കി വിട്ടു, ഇയാളിന് പൈസ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കും അറിയില്ല എന്താ സംഭവം. ലാസ്റ്റിന് വല്ല ഫൈനായിട്ട് വരുമോ? ഫൈനൊന്നും വരില്ല, വെറുതെ നീ ഇത് ലോക്കല്ലേ ഈശ്വര. ഓക്കെ, റീസെൻട്രേറ്റ് നമുക്ക് നല്ല പടിയാവാം.
ഇവിടെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരു 10 രൂപ 20 രൂപ കൊടുക്കുന്നതിന് മോശമൊന്നുമില്ല. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ്. ഉണ്ടായിരുന്ന ഞാൻ കൊടുത്തേനെ. എൻ്റെ 500 രൂപ ഒരു നോട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ശിവാന സമുദ്രത്തിലേക്ക് പോവാണ്. നെട്ടൊരു സ്റ്റോപ്പ് അത് ശിവാന സമുദ്രം. ആക്ച്വലി അവിടെ ആ ഒരു ഫാൾസ് ഉണ്ട്, അത് ഏത് ഫാൾസ് ആണെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ കണ്ട 2 പേരില്ലേ, അതായത് അവരും ശിവാന സമുദ്രത്തിലേക്കായിരിക്കും. എല്ലാ സാധനവും ഇല്ലേ, എടുത്തിട്ടില്ലേ? ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് പാടി കണ്ട് കേട്ടോ, നെൽപ്പാടങ്ങൾ. എന്താ രസം അറിയോ കാണാൻ. അവിടെ നിർത്തിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ സമയമില്ല. ഞാനിപ്പോൾ ഇവിടെ ലേറ്റ് ചെയ്താൽ അവിടെ ക്ലോസ് ആവും. 5 മണിക്ക് അവിടെ ക്ലോസ് ആവുമെന്നാണ് ഞാൻ ഗൂഗിൾ മാപ്സിൽ നോക്കിയപ്പോൾ കണ്ടത്. 5 മണിക്ക് എത്തുമായിരിക്കും, പക്ഷേ ഇഫ് ഇൻ കേസ് ഇപ്പോൾ തന്നെ ഇപ്പോൾ നോക്കുക 3:40 ഇപ്പോൾ 20 മിനിറ്റിലെത്തോ? ഇല്ല, ഇനിയും 30 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇനിയും അരമണിക്കൂർ എടുക്കും. പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കിയതാണ്. ലാസ്റ്റ് പ്രാവശ്യം രാമനഗർ വന്നപ്പോഴും ഇതേപോലെ സംഭവിച്ചത്. അതായത് ഞാൻ വ്ളോഗ് ചെയ്ത് ടൈം ലേറ്റ് ചെയ്തു. സോറി വ്ളോഗ് ചെയ്തല്ല, ഞാൻ എന്താ പറഞ്ഞാൽ സ്ഥലങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ച് ലേറ്റായി. ഇവിടെ സ്പീഡ് ക്യാമറ ഉണ്ടോ? ഒതുക്കാല്ലേ, ഒതുക്കാം. മോനെ പൊടി ചങ്ങ ഇപ്പൊ താഴെ പോവും. എന്താ ചെയ്യുന്നത്? വാവ്, എന്താടാ ഇത്? വാവ്, എന്താ രസം കാണാൻ. എന്താ മോനെ ഈ സംഭവം കിടുക്കാച്ച് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ റൂട്ടിൽ വന്നത് നന്നായി. ആക്ച്വലി ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അയ്യോ അയ്യോ അയ്യോ, അതാണ് തോന്നുന്നു ആക്ച്വൽ റൂട്ട്. ഇത് ഇൻ പ്രോഗ്രസ് ആയ റൂട്ടാണെന്ന് തോന്നുന്നു. എടാ അവിടെ വാവ്, എന്താ ഞാനെതിരെ പോകുന്നത്? ഓ ഗോഡ്, മാപ്പിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമേ ഇല്ല. എങ്ങോട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്? ഇവിടെ ഫോട്ടോഷൂട്ട് കേട്ടോ, പാലത്തിനടുത്ത് ഫോട്ടോഷൂട്ട്. മാപ്പിലില്ലടാ ഇങ്ങനെ സ്ഥലം. ഇവിടെ നെറ്റ് കിട്ടുന്നില്ലേ? ഇതെന്താ പാടിയാ? എന്താ ഇത്? പോലീസ് ഇറക്കുന്നുണ്ട്. എന്ത് രസം ഇവിടെ കാണാൻ. വണ്ടി ഒന്ന് സൈഡൊക്കെ ആക്കിയിട്ട് ഞാൻ അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. എന്താ പരിപാടിയെന്ന് എനിക്കും അറിയില്ല. ഇച്ചിരി സൈഡേക്ക് ആക്കാം അല്ലേ? കാരണം വെച്ചാൽ എനിക്ക് ഈ നോക്കുക എന്താ രസം നോക്കി. വാവ്, എന്താ അടിപൊളി സ്ഥലം നോക്കി. അതാണ് ശരിക്കുള്ള റോഡ്. അങ്ങനെ കാണുന്നുണ്ടോ? അതിൽ വണ്ടിയൊക്കെ പോകുന്നില്ലേ? അതാ ആ റൂട്ടിലാണ് നമ്മൾ വരേണ്ടത്. പക്ഷെ ഞാൻ വന്ന റൂട്ട് മാറിപ്പോയി. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. എന്തിന് ചെക്കിങ് ആണോ എന്താണെന്നും അറിയില്ല. വണ്ടിക്ക് ഫൈൻ ഇടുകയെന്നില്ല, അതും അറിയില്ല. അപ്പർ സ്പീഡ് പോകണമെന്നുണ്ടോ?
ഇവിടെ ഭയങ്കര റഷാണ്, അതായത് വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. റിസ്ക് അപ്പർ സൈഡ് പോകുന്നത് തന്നെ. നമുക്ക് നേരെ ശിവാനസമുദ്രം പോവാം, എന്തായാലും വന്നതല്ലേ. ഇപ്പോൾ റോഡ് ഒരു വിധം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി എത്ര കിലോമീറ്റർ? ഇന്നും 7 കിലോമീറ്റേഴ്സ് ഉണ്ട്. വന്ന കാര്യം ആദ്യം ചെയ്തു തീർക്കാം. ഓക്കെ, ഇവിടെ പൊടിപൊടിയായിട്ട് അതേ പോകാം നമുക്ക്. കണ്ടോ ഇത് നോക്കി, എന്താ രസം, നല്ല രസമില്ലേ കാണാൻ. നടപ്പാതെയായിരുന്നു അപ്പോൾ അത് മനസ്സിലാവുന്നില്ല. നല്ല വെള്ളമൊക്കെയുണ്ട്. അതിന് എത്ര കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത്? 4 കിലോമീറ്റർ ആയിട്ടോ. ഫോണിലാണെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ട്, ക്യാമിലാണെങ്കിൽ ചാർജ് കുറവാണ്. ഇവിടെയാണോ ഫാൾസ്? ഇതിലൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. ഹോട്ടൽ മയൂര. വണ്ടിന്ന് ടാപ്പറ്റ് ശബ്ദം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. കപ്പിൾസ് ഞാനും വരും ഒരു ദിവസം. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ വേറെയും പൈസ കൊടുക്കേണ്ടി വരും ഇനി, അറിയില്ല, അതുകൊണ്ടാണ്. ഇത് ആക്ച്വലി എനിക്കും സത്യം പറഞ്ഞാൽ ഇത് എവിടെയാണ് വണ്ടി വെക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എനിക്കും നല്ല പരിചയമില്ല. അവിടെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ദർ ഈസ് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ എന്തിനാ വണ്ടി ഇത്ര ദൂരം വെക്കുന്നത്? അടുത്തെവിടെയും വെക്കാമല്ലോ. ഇവിടെ ഇത് പിക്നിക്ക് ഏരിയ ആണ്. ഇത് ഇവിടെ വണ്ടി വെക്കണ്ട, ഇവിടെ ഫുഡ് കഴിക്കുന്ന എല്ലാവരും. ഇതവിടെ നമുക്ക് ഇവിടെ വെക്കാം വണ്ടി. ഓക്കെ, ഇവിടെ വണ്ടി വെച്ചിട്ട് ആക്കാം. ഇതങ്ങ് അവിടെ കാണുന്നതാ ഈ സംഭവം, ഫാൾസ്. ഓക്കെ, അപ്പോൾ ഞാനില്ലേ
തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. 153 കിലോമീറ്റർ. കൊള്ളാം, അടിപൊളിയാണ് സ്ഥലം. ഒരു സൂര്യാസ്തമയ സമയത്ത് വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയണമായിരുന്നു. പക്ഷെ ഇവിടെ 5 മണി വരെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 മണിക്ക് ശേഷം ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മണി ആയി. അറിയില്ല. ഞങ്ങളിവിടുന്ന് പടിയാണ്. കൊള്ളാം, സ്ഥലമൊക്കെ അടിപൊളിയാ, വൈബാ ആക്ച്വലി. കണ്ടോ, ഇവിടെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. എങ്ങനെയുണ്ട് കൃഷി? നെൽകൃഷിയാണോ ഇപ്പോൾ ഇത്? ആ, എന്തോ ഒരു കൃഷി. ഇവിടെ നോക്ക്, ഇപ്പുറത്തെ ഭാഗത്ത് തടാകമല്ല, സോറി, അരുവി, തോട്. ഇപ്പുറത്തെ ഭാഗത്ത് കൃഷി. പിന്നെ ഗൂഗിൾ മാപ്പ് ചതിച്ചോ? അല്ല, ആക്ച്വലി ഗൂഗിൾ മാപ്പ് ഇതാണ് നല്ല റൂട്ട്. ഈ റൂട്ടിലാണെങ്കിൽ നമുക്കിതാ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ തോടും കാണാം, ഇപ്പുറത്തെ സൈഡിലുള്ള ഈ അപ്പുറ സൈഡിലുള്ള ഈ വയലും കാണാം. പയ്യോ കാളയാ, പേടിയാവുന്നു കാളയെ കാണുമ്പോൾ. ഓമാതാവൊക്കെ ശരിയാ, പക്ഷെ എന്നാലും പേടിയാവുന്നു. കുത്തിയാല. ഇതിനിടക്ക് ഞാൻ വണ്ടി സർവീസിന് വെക്കാൻ പോയേ. ആ സമയത്ത് ഇതേപോലെ ഒരവസ്ഥ, എനിക്കൊരു ദുരനുഭവം ഉണ്ടായിരുന്നു കാളയിൽ നിന്ന്. പണ്ടേ എനിക്ക് കാള പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇപ്പം പിന്നെ അതിനേക്കാളും പേടിയായി. പശുമ്പ. ബട്ട് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് പശുമ്പ. ബട്ട് എനിക്ക് പശുമ്പയെ പേടിയാണ്. എൻ്റെ പണ്ടത്തെ വീട്ടിലില്ലേ, അതായത് എൻ്റെ കുടുംബ വീട്ടിൽ, അവിടെ പശുമ്പ ഉണ്ടായിരുന്നു. നമുക്ക് കറച്ചിയും പിന്നെ പശുവും എല്ലാം ഉണ്ടായിരുന്നു. കാണുന്നതാണ് ബോട്ടിംഗ് പോയിൻ്റ്. ആക്ച്വലി എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ അവിടെ പോകാൻ മടിയാവുന്നു. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ വരെ ഒന്ന് പോയി വരാം. കണ്ടോ, ഇതിലാണ് ബോട്ട് സഫാരി ചെയ്യുന്നത്. ഇത് ഡണ്ടലിലുള്ള അതേ സാധനമാണെന്ന് തോന്നുന്നു. നാളെ ഇതാണ് പറഞ്ഞ പ്ലേസ്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാനില്ലേ ഹെൽമെറ്റൊന്നും ഊരിയില്ല. ഹെൽമെറ്റ് ഊരാതെ ഇങ്ങനെ വന്നാൽ എല്ലാവരും നോക്കുന്നുണ്ട്. സംഭവം അടിപൊളി കേട്ടോ. കാരാന്ന് പോലും അറിയില്ല. നമുക്ക് വേഗം തിരിച്ചു പോവാം. കണ്ടോ, വേണ്ട മോനെ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ട് വീണ്ടും സെറ്റായിരിക്കുന്നു. പിന്നെ നേരെ ബേസിലേക്ക്. ഇനിയൊരു സ്റ്റോപ്പില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ മാത്രം സ്റ്റോപ്പ്. എന്താ അമ്പാടി പയ്യുകൾ മൂളും കാണാ തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ കാടും വീടും കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റായി. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ SD കാർഡിൽ മെമ്മറി ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നെക്സ്റ്റ് വീഡിയോ ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു എവരി വൺ. ബൈ.